എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 അതായത് മേടമാസം തൊട്ട് മീനമാസം വരെ തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഫലമായിട്ട് വന്നേക്കുന്ന വിഷുഫലവും കൂടിയാണ്. അപ്പോൾ മേടമാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം, ഒപ്പം തന്നെ ധനവും ഐശ്വര്യം വന്നു ചേരുന്നതായിരിക്കും. നമ്മൾ ജോലിക്ക് പോകാതെ സാമ്പത്തികം ഒരിക്കലും വരത്തില്ല. ഒപ്പം തന്നെ നമ്മൾ ജോലി ചെയ്യുന്നതനുസരിച്ച് സാമ്പത്തിക ലാഭങ്ങളും നമ്മൾ പല പല ബിസിനസ്സിൽ നിന്ന് നല്ല ലാഭങ്ങളും കിട്ടുന്ന ഒരു മാസമാണ് മേടമാസം. ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ആദിത്യവൃത്തി ദർശനം നടത്തുന്നതും ഒപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹാർച്ചനയും നവഗ്രഹ പൂജയും ചെയ്തുകൊണ്ട് നമുക്ക് ദോഷങ്ങൾ വരാതിരിക്കുകയും ഒപ്പം തന്നെ നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് എല്ലാത്തിനും വിജയിക്കാൻ പറ്റുന്ന ഒരു മാസവും കൂടെയാണ് മേടമാസം. ഇടവമാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദുഃഖങ്ങൾ, ആപത്തുകൾ അടിക്കടിക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് എപ്പോഴും എന്തെങ്കിലും കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെളിയിലോട്ട് പോകുമ്പോൾ കാല് തട്ടുക, നമ്മൾ പാചകം ചെയ്യുമ്പോൾ കൈ മുറിയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇടവമാസത്തിൽ വരാതിരിക്കാൻ വേണ്ടി ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് രക്തഹാരമാല കൊടുക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ. ഒപ്പം തന്നെ മിഥുനമാസത്തിൽ പ്രണയ സംബന്ധമായ വിവാഹ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. വിവാഹ തടസ്സമുള്ള തൃക്കേട്ട നക്ഷത്രക്കാരാണെങ്കിൽ അവരുടെ വിവാഹത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറി ഉദ്ദേശിച്ച പോലെ ജീവിത പങ്കാളിയെ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ വിവാഹത്തിന് ശത്രുദോഷങ്ങളോ മറ്റുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷത്തിന്റെ കാഠിന്യം കുറയുന്ന ഒരു മാസമാണ് മിഥുനമാസം. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും തൃക്കേട്ട നക്ഷത്രക്കാരൊന്ന് ഓർത്ത് വെക്കുക മിഥുനമാസത്തെ. അപ്പോൾ നിലവിൽ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെ വിവാഹം വരുന്നതാണ്. വിവാഹ തടസ്സം മാറാൻ വേണ്ടി ദേവീ ക്ഷേത്രത്തിൽ സ്വയംവര മന്ത്രം കൊണ്ട് മുല്ലപ്പ് കൊണ്ട് 108 തവണ പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. അതൊരു നമ്മൾ തിരുമീനെ കണ്ട് പറയുന്നതായിരിക്കും നല്ലത്. ഒപ്പം തന്നെ കർക്കിടക മാസത്തിൽ തൃക്കേട്ട നക്ഷത്രത്തിൽ ജോലിയുടെ തടസ്സങ്ങളൊക്കെ മാറി നല്ല പോലുള്ള ഒരു ജോലി കിട്ടുന്നതാണ്, ഉദ്ദേശിച്ച പോലെ സാലറിയോട് കൂടി. നിലവിൽ ജോലിയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പ്രമോഷനോടുകൂടി ജോലി ഇല്ലാത്തവർക്ക് ജോലിയിലേക്കുള്ള അവസരങ്ങൾ, സർക്കാർ ഉദ്യോഗത്തിൽ നല്ല ഉന്നതി, നല്ല ആൾക്കാരുടെ ബഹുമതി, ധനലാഭം, ഐശ്വര്യം എല്ലാം വരുന്നൊരു മാസമാണ് കർക്കിടക മാസം. ഈ ഒരു തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമ്മുടെ പേർക്ക് ഒരു ഭഗവതി സേവ നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഭഗവതി സേവ നാളിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമോ നടത്തിയാൽ മതി. പക്ഷെ നമ്മൾ ആ ഭഗവതി സേവ പങ്കെടുത്ത് ആ ഒരു പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കണം. ഒപ്പം തന്നെ ചിങ്ങമാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വീണ്ടും കൂടുതൽ ഭാഗ്യമാണ്. അതായത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്ക് വിജയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, സമ്പത്തുണ്ടാകും. നമ്മളെ കൂട്ടുകാർക്കൊക്കെ നമ്മളൊരു പ്രത്യേകത ഒരു സ്നേഹങ്ങളുണ്ടാകും, ആപത്തുകൾ ഒഴിഞ്ഞു പോകും. എന്ത് കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയാലും ചിങ്ങമാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിജയം സംഭവിക്കും. ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു അർച്ചന തൃഷ്ടുപ്പ് മന്ത്രാർച്ചന, ചെത്തിപ്പ് കൊണ്ട് ശത്രുദോഷങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. ഒപ്പം തന്നെ കന്നിമാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബന്ധുക്കൾ തമ്മിൽ ഒരു കലഹങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത പഴി കേൾക്കുക, വഴക്ക് കേൾക്കുക, വീട്ടിൽ വരുമ്പോൾ മാനസിക പിരിമുറുക്കം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടാനിടയുണ്ട്. അതായത് ബന്ധുക്കളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും കലഹപ്പെട്ടിരിക്കും. ആ ഒരു തടസ്സം മാറാൻ വേണ്ടി നമ്മൾ വേഴത്തെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. അത് നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും നവഗ്രഹാർച്ചനയും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ തുലാമാസത്തിൽ നമുക്ക് ചെറിയ ചെറിയ രോഗങ്ങളും കാര്യങ്ങളൊക്കെ പിടിപെടുമെന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്ത് ആ ഒരു ദോഷത്തെ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നിലവിൽ രോഗദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർ നല്ലൊരു മെഡിസിനെ ഡോക്ടറെ പോയി കാണുക, ഗുളികകൾ കൃത്യമായിട്ട് കഴിക്കുക, ആഹാരം കഴിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ദോഷവെച്ചാൽ രോഗങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്ത് രുദ്രാഭിഷേകം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും തുലാമാസത്തിൽ. ഒപ്പം തന്നെ വൃശ്ചിക മാസത്തിൽ നേത്ര സംബന്ധമായ അസുഖങ്ങളും കാര്യങ്ങളും വരാൻ ഇടയുള്ളതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഉദാഹരണത്തിന് ഈ യാത്രകൾ ചെയ്യുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പൊടിയടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ടാകും. അതിപ്പോൾ എല്ലാവർക്കും ഒരു സംഭവിക്കുന്ന കാര്യം. കൂടുതൽ നേത്രരോഗങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ഒപ്പം തന്നെ മറ്റുള്ള പ്രശ്നങ്ങളോ അസുഖങ്ങളോ വൃശ്ചിക മാസത്തിൽ വരാതിരിക്കാൻ വേണ്ടി ശനീശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് നീലാഞ്ജനം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ ധനുമാസത്തിൽ ശത്രുദോഷങ്ങളൊക്കെ മാറി ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. ശത്രുദോഷം നിലവിലുണ്ടെങ്കിൽ ആ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ചുമന്ന ചെത്തിപ്പ് കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ മകരമാസത്തിൽ ജോലിയിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരും, മറ്റുള്ളവർ ഏക്ഷണി ഉണ്ടാകും, ചിലപ്പോൾ ജോലി പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു തടസ്സം നേരത്തെ നമുക്ക് ഇല്ലാതാക്കണം. അപ്പോൾ എന്ത് നമ്മൾ ചെയ്യണം, നമ്മൾ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. നമ്മൾ ഈ ഒരു മാസം കരുതലോട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഈ ഒരു അർച്ചന ചെയ്യുന്നുണ്ട് ആ ഒരു തൊഴിൽ തടസ്സം മാറുന്നതാണ്. ഒപ്പം തന്നെ
കുംഭമാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വീട് പണികളൊക്കെ നടത്തി ഉത്തമമായി നമുക്ക് താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാകുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ വീട് പണിക്ക് വേണ്ടി പല ആൾക്കാരുടെ നിന്ന് ചോദിച്ച പൈസകളൊക്കെ നമുക്ക് കിട്ടും, ലോണുകളൊക്കെ പാസ്സാകുന്ന ഒരു മാസവും കൂടെയാണ്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിലവിൽ വീടില്ലാത്തവർക്ക് വീട് തീർച്ചയായിട്ടും കിട്ടും. ഒപ്പം തന്നെ ധനുമാസത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും ധനവും ഒക്കെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരുന്നതാണ്. അപ്പോൾ നിലവിൽ എല്ലാ ജ്യോത്സ്യന്മാരിലും എല്ലാവരും പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യം ഉള്ള നക്ഷത്രക്കാരാണ്. പക്ഷേ നമ്മുടെ ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാവിൽ എണ്ണ കൊണ്ട് കൊടുക്കാതിരിക്കുക. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, അവിടെ രക്ഷത്തുണ്ടെങ്കിൽ പാൽപ്പായസം കൊടുക്കാതിരിക്കുക. നമ്മുടെ അച്ഛൻ വഴി അമ്മ വഴി ഉള്ള കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പോകാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാതിരിക്കും നമ്മുടെ ജാതകത്തിലെ നല്ല നല്ല ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ പ്രീതി വേണ്ടത് നമ്മുടെ ദേശദേവതയുടെ പ്രീതി വേണം അല്ലേ. ഒപ്പം തന്നെ നമ്മുടെ ഉപാസനമൂർത്തി, നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്ന ഉപാസനമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട്. ഒപ്പം തന്നെ വീടിൻ്റെ അടുത്ത് ഉള്ള സർപ്പങ്ങളെ പരിപാലിക്കുക. അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ മാസം ഒരു തവണയെങ്കിലും പോയി ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നത് നമസ്കാരം.